ഇന്ന് നമുക്ക് പാരസെറ്റമോൾ വിഷബാധയെക്കുറിച്ച് സംസാരിക്കാം. പാരസെറ്റമോളിന്റെ നിശ്ചിത അളവ് കവിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരിക്കൽ കഴിച്ചാൽ പാരസെറ്റമോൾ കരളിലേക്ക് നീങ്ങുന്നു. അവിടെ അത് CYP2E1 എൻസൈം വഴി NAPQI എന്നറിയപ്പെടുന്ന ഒരു ദോഷകരമായ ഉൽപ്പന്നമായി മെറ്റബോളിസ് ചെയ്യുന്നു. ഹെപ്പറ്റോടോക്സിസിറ്റിയിലേക്ക് നയിക്കുന്ന വിഷരൂപമാണിത്. സാധാരണ സാഹചര്യങ്ങളിൽ ഗ്ലൂട്ടത്തയോൺ എൻസൈം വഴി NAPQI നിർവീര്യമാക്കപ്പെടുകയും മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു. എന്നിരുന്നാലും ഒരു ഓവർലോഡ് ഉണ്ടാകുമ്പോൾ NAPQI നാശം വിതയ്ക്കുന്നു. ഇത് കരളിൽ സോണൽ നെക്രോസിസിന് കാരണമാകുന്നു. പോർട്ടൽ ട്രയാഡ് സെല്ലുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാതെ കേന്ദ്ര സിരയ്ക്ക് ചുറ്റുമാണ് കേടുപാടുകൾ സംഭവിക്കുന്നത്. ഇത് സെൻട്രലോബുലാർ നെക്രോസിസ് വിത്ത് പെരിപോർട്ടൽ സ്പെയറിംഗിലേക്ക് നയിക്കുന്നു. മദ്യം, പുകവലി, ഐസോണിയസിഡ് തുടങ്ങിയ ചില ഘടകങ്ങൾ ഹെപ്പറ്റോടോക്സിസിറ്റിയുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നു. കാരണം അവ CYP2E1 നെ പ്രേരിപ്പിക്കുന്നു. ഇത് NAPQI ഉത്പാദനം വർദ്ധിപ്പിക്കുന്നു. ഈ വിഷബാധയ്ക്കുള്ള മറുമരുന്ന്